3, 2, 1, let's go. സുഹൃത്തുക്കളെ, ഭാരത ജനതയുടെ ബ്രിട്ടീഷ് സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിലെ വിജയത്തിൻ്റെ 78ാം വാർഷിക ദിനത്തിൽ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം ഇന്ത്യയോട് പരസ്യമായി തങ്ങളെ അനുസരിക്കണമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നതാണ് വിചിത്രമായ സംഭവം. ഇപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തന്നെയാണ് ഇതെന്ന് പറയാനാവും. ഈ 78 വർഷത്തിനിടയിൽ ഇന്ത്യയെ തൻ്റെ ആജ്ഞയ്ക്ക് അനുസരിപ്പിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ശ്രമത്തിനും മുൻകാല ശ്രമങ്ങൾക്കും തമ്മിൽ രണ്ട് അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ കാണേണ്ടിയാവും. ഒന്നാമത്, ഇപ്പോഴത്തെ ശ്രമം നിങ്ങൾക്ക് തന്നെ ഗുണകരമാകുന്നതിനാൽ ഞങ്ങൾ പറയുന്നത് ചെയ്യുക എന്ന രീതിയിൽ നിന്ന് മാറി ഞങ്ങൾക്ക് ഗുണകരമാകുന്നതിനാൽ ചെയ്യുക, ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന രീതിയിൽ നേരിട്ട് പറയുന്ന തരത്തിലാണ്. രണ്ടാമത്, മുൻകാലത്തെ പോലെ ഇന്ത്യൻ സർക്കാർ തുറന്നും ഉറച്ചതുമായ നിലപാടെടുക്കുന്നില്ല, മറിച്ച് വിരുദ്ധ സൂചനകളാണ് നൽകുന്നത്. സ്വാതന്ത്ര്യ ഇന്ത്യ, അമേരിക്കൻ സാമ്രാജ്യത്വം സോവിയറ്റ് യൂണിയനെ വളഞ്ഞു പിടിക്കാൻ ലോകമെമ്പാടും രൂപീകരിച്ച സൈനിക സഖ്യങ്ങളായ സീറ്റോ, സെൻറ്റോ എന്നിവയിൽ ചേരാൻ വിസമ്മതിക്കുകയും ചേരിനര നയം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അത് അമേരിക്കൻ കോപത്തിന് കാരണമായിരുന്നു. അന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഫോസ്റ്റർ ഡല്ലസ് നിങ്ങൾ ഞങ്ങളുടെ പക്ഷത്ത് ഇല്ലെങ്കിൽ എതിരാളികളാണ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച് ഇതനുസരിച്ച് അമേരിക്ക വൈരത്തോടെയാണ് ഇന്ത്യയെ സമീപിച്ചത്. സ്വയം പര്യാപ്തത, പൊതുമേഖലയുടെ കീഴിൽ പ്രധാന വ്യവസായ അടിത്തറ നിർമ്മിക്കൽ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ മെട്രോപൊളിറ്റൻ മൂലധനത്തിൻ്റെ പിടിമുറുക്കം ഒഴിവാക്കൽ തുടങ്ങിയ പദ്ധതികൾക്ക് മുൻഗണന നൽകിയിരുന്ന കാലത്ത് അമേരിക്കയിൽ നിന്നും അതേപോലെ തന്നെ ലോകബാങ്ക് പോലുള്ള അതിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വികസന സഹായം ലഭിച്ചിരുന്നില്ല. അമേരിക്കൻ ഫണ്ടുള്ള വിദഗ്ധർ ഇന്ത്യ സന്ദർശിച്ച് സ്വയം പര്യാപ്തതയ്ക്ക് മുൻഗണന നൽകിയ മഹാലാൽ നോബിസ് തന്ത്രത്തിനെതിരെ ഉപദേശം നൽകി. സോവിയറ്റ് യൂണിയൻ്റെ ഉറച്ച പിന്തുണയോടെ ഇന്ത്യ ചേരിചേരാ നയത്തിലും സ്വയം പര്യാപ്തതയുടെ നയത്തിലും തുടർന്നു. ഇപ്പോൾ പൊതുമേഖലയെ ആശ്രയിച്ച് മെട്രോപൊളിറ്റൻ മൂലധനാധിപത്യത്തെ ചെറുത്ത് വിദേശ നാണയ നിയന്ത്രണം കടുപ്പിക്കേണ്ടി വന്നെങ്കിലും വഴിമാറിയില്ല. ഇപ്പോൾ 1950കളുടെ അവസാനം ഡല്ലസിൻ്റെ മരണശേഷം അമേരിക്ക തൻ്റെ നിലപാട് മൃദുവാക്കാൻ തുടങ്ങി. കാരണം അതിൻ്റെ കടുത്ത നിലപാട് ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളെ വഴങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം തങ്ങൾക്ക് തന്നെ നഷ്ടം വരുത്തുകയും സോവിയറ്റ് യൂണിയൻ ഗുണം ചെയ്യുകയും ചെയ്യുന്നതിനാൽ അവർ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ പ്രസിഡന്റ് ഐസൻഹോവർ ഇന്ത്യ സന്ദർശിച്ചതിന് ശേഷം മാത്രമാണ് ലോകബാങ്ക് സഹായം തുടങ്ങിയത്. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ത്യയുടെ ഇടപെടൽ മൂലം കലുഷിത സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള സുവർണ അവസരം അമേരിക്ക നഷ്ടപ്പെട്ടപ്പോൾ അവർ പ്രകോപിതരായി. USS എൻ്റർപ്രൈസസ് നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് 74 ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു, ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും. എന്നാൽ അമേരിക്കൻ ഭീഷണികൾക്കൊന്നും വകവയ്ക്കാതെ ഇന്ത്യ ബംഗ്ലാദേശ് രൂപീകരണത്തിന് പിന്തുണ നൽകുകയാണുണ്ടായത്. ആയതിനാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭീഷണിപ്പെടുത്തൽ വെറുമൊരു ആഗോള ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം മാത്രമല്ല, മറിച്ച് ഇന്ത്യയെ അമേരിക്കൻ അജണ്ടയ്ക്ക് വിധേയമാക്കാനുള്ള പ്രത്യേക ശ്രമങ്ങളാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ മുൻകാലത്ത് വിജയകരമായി ചെറുത്ത ഒരു പഴയ പ്രവണത തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഭീഷണി സംഭവിക്കുന്നത് രാജ്യം നിയോ ലിബറൽ ക്യാപിറ്റലിസവും അതിനോടൊപ്പം ആഗോള മൂലധന ആധിപത്യവും സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നതാണ് പ്രശ്നം. ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഭീഷണി ഇന്ത്യക്ക് മാത്രം പ്രത്യേകമായതല്ല, ഇത് പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ്. ഒന്ന്, താരിഫുകളാണ്. ഓഗസ്റ്റ് 1 കരാറിലെത്താൻ കഴിയാത്തതിനാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ 25% താരിഫ്. മറ്റൊന്ന്, പിഴ താരിഫുകൾ. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങൾക്ക് വിരുദ്ധമാണെന്ന പേരിലാണ്. കൂടാതെ ബ്രിക്സിനെ കുറിച്ചുള്ള പരാമർശത്തിലൂടെ ഇന്ത്യയെ ബ്രിക്സിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അമേരിക്കൻ ട്രോജൻ കുതിരയായി പ്രവർത്തിപ്പിക്കുകയോ ചെയ്യാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് സൂചന ലഭിക്കുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ പ്രതികരണത്തിൽ ഗൗരവമായതും ഉറച്ചതുമായ നിലപാട് എടുക്കാതെ വിരുദ്ധ സൂചനകളാണ് നൽകുന്നത്. ഇത് അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതായി തോന്നുന്നുണ്ട്. ഇപ്പോൾ റഷ്യൻ എണ്ണ ഇന്ത്യക്ക് അമേരിക്ക അംഗീകരിക്കുന്ന ഏതൊരു ഉറവിടത്തെക്കാളും വില കുറവായതിനാൽ റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്താൻ സമ്മർദ്ദം ചെലുത്തുന്നത് ഇന്ത്യയെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിപ്പിക്കുന്നതാണ്. അതും UN അംഗീകൃത ഉപരോധങ്ങളല്ല, മറിച്ച് അമേരിക്കയും മറ്റ് സാമ്രാജ്യ ശക്തികളും നടപ്പിലാക്കിയ ഏകപക്ഷീയമായ ഉപരോധങ്ങളാണ്. ഇത്തരം ഭീഷണികൾ സാമ്രാജ്യത്വത്തിൻ്റെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളെ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് മോഡി സർക്കാർ ട്രംപിനെ തുറന്നും ഉറച്ചും എതിർക്കുന്നില്ല? ചൈനയെ വിട്ടാൽ പോലും ബ്രസീലിലെ ലുല ഡി ദാസിൽവ പോലുള്ള നേതാക്കൾ 50% അമേരിക്കൻ താരിഫുകൾക്ക് എതിരെ പ്രതികരിച്ച് സമാനമായ 50% താരിഫുകൾ അമേരിക്കൻ വസ്തുക്കൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
മുൻ ഇന്ത്യ ഗവൺമെൻറ് ബംഗ്ലാദേശ് യുദ്ധത്തിൽ നിക്സണിനെ നേരിട്ട ധീരതയും ഇപ്പോഴത്തെ മോഡി സർക്കാരിൻ്റെ ഭീരുത്വവും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നേതാക്കളുടെ ധീരതയോ ഭീരുത്വമോ അവരുടെ വർഗ അടിത്തറയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ലുലു ദാ സിൽവ തൊഴിലാളി വർഗത്തിൽ നിന്നാണ് വന്നത്. മോദി വലിയ ബൂർഷ്വാസിയുടെ പിന്തുണയിലൂടെയാണ് നിലകൊള്ളുന്നത്. അതുപോലെ നെഹ്റു ഇന്ദിരാകാലത്തെ അമേരിക്കൻ ഭീഷണിക്കെതിരായ ഇന്ത്യയുടെ നിലപാടിനും ഇപ്പോഴത്തെ ഇടയിലുള്ള വ്യത്യാസം വ്യക്തിഗത നേതൃശൈലിയിലെ വ്യത്യാസം മാത്രമല്ല, മറിച്ച് ആൻറ്റി കൊളോണിയൽ നയിക്കുന്ന ഭരണകൂടത്തിനും നിയോ ലിബറൽ ഭരണകൂടത്തിനും ഇടയിലെ വ്യത്യാസമാണ്. സർക്കാർ നിയന്ത്രണ സാമ്പത്തിക നയം സ്വയം പര്യാപ്തതയ്ക്ക് മുൻഗണന നൽകുകയും ചേരിചേര വിദേശ നയത്തോടൊപ്പം സാമ്രാജ്യത്വ ഭീഷണിയെ ചെറുക്കാൻ കഴിയുന്നതാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നവലിബറൽ ഭരണകൂടം മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള മുദ്രാവാക്യങ്ങളിലൂടെ വിദേശ മൂലധനത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. നിയോ ലിബറലിസത്തിൻ്റെ ലക്ഷ്യം വികസനോന്മുഖ രാജ്യങ്ങളിൽ സ്വയം പര്യാപ്തതയിൽ നിന്ന് മാറി അവരെ സാമ്രാജ്യ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കുക എന്നുള്ളതാണ്. 1990കളിൽ നിയോ ലിബറൽ നയം കൊണ്ടുവന്നപ്പോൾ മൂലധനം ആഗോളമായി സഞ്ചരിക്കുന്നതിനാൽ കുറഞ്ഞ വേതനമുള്ള തെക്കൻ രാജ്യങ്ങളിലേക്ക് വ്യവസായങ്ങൾ മാറ്റപ്പെടുമെന്നും അതിലൂടെ ദാരിദ്ര്യം ഇല്ലാതാകുമെന്നും വാദിച്ചിരുന്നു. എന്നാൽ സാമ്രാജ്യത്വം സൃഷ്ടിക്കുന്ന ഇത്തരം ആഗോളക്രമം എപ്പോഴും നിലനിൽക്കുമെന്ന് കരുതാനാവില്ല. സാമ്രാജ്യത്വത്തിന് തന്നെ അതിന് മാറ്റം വരുത്താൻ കഴിയും. ഇന്നത്തെ സംഭവങ്ങൾ അത് തെളിയിക്കുന്നുണ്ട്. ഒരു രാജ്യം വ്യാപാരാധീനമായാൽ വ്യാപാരത്തിൽ ചെറിയ തടസ്സങ്ങൾ പോലും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കും. സാമ്പത്തിക ക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താതെ സാമ്രാജ്യത്വ ഭീഷണിയെ ചെറുക്കാൻ കഴിയില്ല. എന്നാൽ നിയോ ലിബറലിസത്തിൽ നിന്നും ലാഭിക്കുന്ന വലിയ ബൂർഷ്വാസിയും നഗര മധ്യവർഗവും ഇത്തരം മാറ്റങ്ങളെ എതിർക്കും. ഉദാഹരണത്തിന് ട്രംപിൻ്റെ താരിഫ് ഭീഷണി ഇതിനകം രൂപയെ തളർത്തി. ഉയർന്ന താരിഫുകൾ പ്രാബല്യത്തിൽ വരുമ്പോൾ മൂലധന നിയന്ത്രണം ഏർപ്പെടുത്താതെയെങ്കിൽ രൂപയെ കൂടുതൽ ഇടിയാം. ഇപ്പോൾ വിദേശ നാണ്യ നിയന്ത്രണം കൈകാര്യം ചെയ്യാൻ വ്യാപാര നിയന്ത്രണങ്ങൾ വേണം. എന്നാൽ ഇവ നടപ്പിലാക്കുന്നത് നിയോ ലിബറൽ ക്രമത്തിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് സൂചിപ്പിക്കുക. അത് വൻകിട ബൂർഷ്വാസി അംഗീകരിക്കില്ല. അതിനാൽ സർക്കാർ സാമ്രാജ്യത്വ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാനാണ് സാധ്യത. സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നത് നിയോ ലിബറൽ തന്ത്രത്തിന് അടിസ്ഥാനപരമായി വിരുദ്ധമാണെന്ന് 1990കൾക്ക് മുന്നേ ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു. നിയോ ലിബറലിസം സ്വീകരിച്ചതോടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ചുരുങ്ങിയിരിക്കുന്നു. ട്രംപിൻ്റെ ഭീഷണി അതിനെയാണ് വെളിവാക്കുന്നത്. 78ാം സ്വതന്ത്ര വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൻ്റെ പൈതൃകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്.